വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. നമഃ ശിവായ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. ഇന്ന് ഞാൻ ഇരിക്കുന്നത് സിദ്ധർ കോവിലിൻ്റെ അടുത്തുള്ള കഞ്ചമലയിലെ ശിവപീഠത്തിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വരാഹി പീഠത്തിലായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം ശിവപീഠമാണ് ഞാൻ കവർ ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇവിടുത്തെ നന്ദീശ്വരനും ആനയാണ്, 2 വാഹനങ്ങളാണ് ഇവിടെ കാണുന്നത്. ചുറ്റും മല, ഏകാന്തമായ സ്ഥലം. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭൂതി ഒന്ന് വേറെ തന്നെയാണ്. ചുറ്റും മയിൽ, പക്ഷി, മൃഗാദികൾ ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം അതൊന്ന് വേറെ തന്നെയാണ്. ശിവപീഠത്തിൽ വരാനിച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ഇവിടെ വന്ന് നെയ്വിളക്കൊക്കെ കത്തിച്ച് ഭഗവാനോട് സാഷ്ടാംഗമായ സമർപ്പണത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടത്തെക്കാളും സെക്യൂരിറ്റി, സുരക്ഷിതം വേറെ എങ്ങും നമുക്ക് കിട്ടില്ല. നമുക്ക് എന്താണ് ഭഗവാൻ കൽപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ കർത്തവ്യം അടുത്തത് എന്താണ്, അതൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. കേട്ടില്ലേ? പ്രകൃതിയുടെ ഈ മടിത്തട്ടിൽ ഇവിടത്തെക്കാളും വേറൊരു സമാധാനം നമുക്ക് നാട്ടിൽ, നഗരത്തിലോ കിട്ടത്തില്ല. അവർക്ക് നമ്മളോട് പറയാനുള്ളത് എന്താണെന്നും നമ്മുടെ അടുത്ത കർമ്മം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന സ്ഥലമാണിത്. നെയ്വിളക്കിൻ്റെ പ്രഭയിൽ, നെയ്യുടെ സുഗന്ധത്തിൽ ധ്യാനം, ആ പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ സുവർണമായിട്ടുള്ള പ്രഭ എന്ന് തന്നെയാണെങ്കിൽ പറയാം. ഇപ്പോൾ സാധാരണക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. കാരണം ശക്തിപീഠങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ധ്യാനത്തിൽ അത് ഒറ്റയ്ക്ക് തന്നെ വന്നം. നമ്മളൊരു കൂട്ടായിട്ട് വന്നിട്ട് കാര്യമില്ല. മൂർത്തികൾ നമ്മളോട് പറയാനുള്ളത് എന്താണെന്നൊക്കെ നമുക്കിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമ്മേനെ കാണിച്ചു. ഇപ്രാവശ്യം ശിവപീഠത്തിലാണ് ഇരിക്കുന്നത്, അപ്പയുടെ അടുത്ത്. അപ്പയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും അപ്പ എന്നെ കാണിച്ചു തരും. അതേപോലെ നിങ്ങൾക്കും അത് കാണാനുള്ള സൗഭാഗ്യം ഉണ്ടാക്കിത്തരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഈ കഞ്ചമലയുടെ ചുറ്റും കാണുന്ന കഞ്ചമലയാണ്. റാ പരുവത്തിലിരിക്കുകയാണ്. സിദ്ധന്മാരുടെ എല്ലാവരുടെയും പ്രസൻസ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും.
അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്രയും കാടും മേടും ഉണ്ടെങ്കിലും നമ്മൾ സുരക്ഷിതരാണ്, ഇതിനൊരു യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഇപ്പോൾ നാം കാണുന്ന കണ്ടല്ലോ തൃശ്ശൂലം. ശിവലിംഗവും മൂർത്തിലിംഗവുമാണ്. ഇവിടെ ഞാനല്ലാതെ വേറെ ആരും തന്നെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഏകാന്തമാണ്. ഏകാന്തതയിൽ തന്നെയായിരിക്കും അതിൻ്റെ സന്തോഷമൊന്ന് വേറെ തന്നെയാണ്. ഉപാസനാമൂർത്തികൾ നമ്മൾ നാട്ടിൽ, വീട്ടിൽ, മഠത്തിലൊക്കെ നമ്മൾ ഉപാസനാമൂർത്തിയെ ഉപാസിക്കുമെങ്കിലും ശക്തി അവിടെ തന്നെയാണ്. പക്ഷേ ഇതുപോലെ സിദ്ധന്മാരുടെ പ്രസൻസ്, ഗുരുത്വം നമുക്കിവിടെ വരുമ്പോൾ മനസ്സിലാവും. വലിയ ജപമോ അല്ലെങ്കിൽ ധ്യാനമോ ഒന്നും ഇവിടെ ആവശ്യമില്ല. പക്ഷേ മനസ്സോടെ ആ നെയ്വിളക്ക് കത്തിച്ച്, ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് അപ്പയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ സന്തോഷം വേറെ ഈ ലോകത്തേ ഉണ്ടാവില്ല. ഒറ്റയ്ക്കിരിക്കുക, അവരുമായിട്ട് സംസാരിക്കുക. നിങ്ങളുടെ മുമ്പിൽ എൻ്റെ കൂടെ അപ്പയാണ്, അപ്പയോട് സംസാരിക്കുക. ദുഃഖങ്ങളുണ്ടെങ്കിൽ അപ്പയോട് പങ്കിടുക. അമ്മയോടും അപ്പയോടും കാണിക്കുന്ന നമ്മുടെ സ്നേഹം ഇങ്ങനെയൊക്കെയാണ്. അത് കുറേ കാട്ടായങ്ങൾ കാണിച്ച് നാട്ടുകാരെ കാണിക്കുന്നതിലും ഭേദം ഇതുപോലെ ഏകാന്തമായിട്ടിരുന്ന് ആ പഞ്ചാക്ഷരിയിൽ മുഴുകി. ആരും തന്നെ എൻ്റെ കൂടെ ഇപ്പോൾ ഇല്ല, ഞാനും അപ്പയും മാത്രം. പിന്നെ ഈ പ്രകൃതിയിലെ ജീവജാലങ്ങൾ, അത്യപൂർവമായിട്ടുള്ള സിദ്ധ ഔഷധങ്ങൾ ഒക്കെ എൻ്റെ ചുറ്റിനും ഈ പാറയ്ക്ക് താഴെയെല്ലാം ഉണ്ട്. ഏതിന് ഉപയോഗിക്കുന്ന മരുന്നാണ് ഇതൊക്കെ നമുക്ക് അവർ പറഞ്ഞു തരും. ആ സിദ്ധമരുന്നുകളുടെ രണ്ട് തലമുണ്ട്. ഒന്ന് മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ്. രണ്ടാമത് വരുന്നത് എനർജി ആയിട്ട് ഉപയോഗിക്കുന്ന കൺസെപ്റ്റ്. അതായത് ഇപ്പോൾ അങ്ങാടിക്കടകളിൽ കാണുന്ന പച്ചമരുന്നുകൾ, അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഏതൊക്കെ രോഗങ്ങൾക്ക് ഏതൊക്കെ മരുന്നുകളാണ് എന്നുള്ള കൺസെപ്റ്റ്. ഇപ്പോൾ പനിക്കാണെങ്കിൽ ഇന്ന മരുന്നുകൾ, എന്തെങ്കിലും ശാരീരികമായ പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അവിടെ ഒരു മരുന്നിൻ്റെ ആവശ്യമുണ്ട്, അരച്ച് കൊടുക്കുന്നത്. അതാണിപ്പോൾ നാട്ടിൽ ഒക്കെ കാണുന്ന ഒരു കൺസെപ്റ്റ്. പക്ഷേ എനർജി കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഏതു തരം രോഗമാണെങ്കിലും തൊടുമർമ്മം എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. മരുന്നുകളൊന്നും വേണ്ട, പക്ഷേ ആ മരുന്നിൻ്റെ ശക്തി, ഊർജം മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസരിപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ എന്താണോ രോഗങ്ങൾ അതൊക്കെ മാറും. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നാൽ നമുക്ക് കിട്ടുന്നത്. യാതൊരു തരത്തിലുള്ള മരുന്നോ ഒന്നും ആവശ്യമില്ല. പക്ഷെ അതിന് വേണ്ടി വരരുത് ഒരിക്കലും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകളൊക്കെ വരും.
നിങ്ങൾ മറ്റുള്ളവർക്കൊരു പേരുദോഷമാവുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വാക്യമുണ്ടാവും: എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി, എനിക്ക് ആരുമില്ല, ഞാൻ എവിടെ ചെന്നാലും പരാജയം. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ. പക്ഷേ അങ്ങനെയുള്ളവരാണ് ജീവിതത്തിൽ നല്ല ഒരു നിലയിലേക്ക് വന്ന ചരിത്രം ഉള്ളൂ. കാരണം ആരുമില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നിനക്കെല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറും. പ്രപഞ്ചത്തിൻ്റെ നാഥനായ പരമശിവ വരാഹി ഭാവത്തിൽ അമ്മയും അപ്പയും എന്നുള്ള ആ ഒരു ചൈതന്യം നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ അവർ കൊണ്ടുവരും എന്നുള്ള ഒരു അടിയറച്ച വിശ്വാസം ഇവിടെ വന്നാൽ കിട്ടും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ലോകമല്ല ശരിക്കും സിദ്ധ്. അവരുമായിട്ട് നമ്മൾ പങ്കിടുന്ന നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ അവരെ ഉപാസിക്കും. പക്ഷേ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധ്യമായി എന്ന് വരില്ല. കാരണം നമ്മളോട് മാത്രം പറയേണ്ട ചില സമയങ്ങൾ അത് ഏകാന്തതയിൽ തന്നെ വേണം. കഴിഞ്ഞ പ്രാവശ്യം അമ്മയുടെ പീഠത്തിലിരുന്ന് ഈ പ്രാവശ്യം അപ്പയുടെ പീഠത്തിൽ ഇരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. പക്ഷെ പീഠങ്ങൾ പെട്ടെന്ന് ഇവിടെ കാണിച്ചു തരില്ല എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശിവലിംഗം ഭൈരവഭാവത്തെ കാണിച്ചു തന്നു, നിങ്ങൾക്ക് വരാഹി പീഠം കാണിച്ചു തന്നു, അതൊക്കെ അടുത്താണ്. പക്ഷെ ശിവപീഠം, ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ പീഠം പെട്ടെന്നൊന്നും കാഴ്ചയിൽ വരത്തില്ല. കാരണം ദുർഘടമായിട്ടുള്ള വഴികളാണ് ഈ പീഠത്തിലേക്കുള്ള വരവ്. മുള്ള് ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഇവിടെ എത്തിപ്പെടാൻ പാടാണ്. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് പോകേണ്ട വഴികളൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ആ കാൽവഴി പിന്തുടർന്നാൽ മാത്രം മതി. പക്ഷേ ഞാനിപ്പോൾ ഇരിക്കുന്ന പീഠം കണ്ടു കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്. അത് ഈ നാട്ടിലെ ആൾക്കാർ അവരുടെ സഹായം വേണ്ടി വരും. കാരണം ഇവിടെ വരിക ഇച്ചിരി ദുർഘടമായിട്ടുള്ള വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് ആരും വരത്തില്ല. അപ്പോൾ കാൽവഴിയൊന്നും കാണാൻ സാധ്യതയുമില്ല. ഇപ്പം ഞാനിപ്പോൾ വന്ന സമയത്തൊക്കെ ഇവിടെ അങ്ങനെ കാണാനൊന്നും കാൽവഴിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഇവിടെ എത്തണം എന്നുള്ള ആ ഒരു ദൃഢമായിട്ടുള്ള മനോബലമാണ് എന്നെ ഇവിടെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മുരുകൻ്റെ സാന്നിധ്യമാണ്, മയിലാണ്. താഴെ ധാരാളം പേര് പീലിയൊക്കെ വിടർത്തി ആടുന്നുണ്ട്. കാലാവസ്ഥ അതേപോലെ നല്ല വെയിൽ വരേണ്ട സമയമാണ്. പക്ഷെ എന്തുകൊണ്ടും
അവരുടെ അനുഗ്രഹം, വെയിലൊന്നുമില്ല, ഒരു നോർമൽ ക്ലൈമറ്റിൽ ഇന്നലെ നമ്മൾ അപ്പായുടെ അമ്മയുടെ അമ്പലത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ നമ്മൾ 2 മണിയായപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ നട പൂട്ടിക്കഴിഞ്ഞിരുന്നു. പിന്നെ വൈകിട്ടാണ് നട തുറക്കാറ്. അതുവരെ അവിടെ ഹനുമാൻ കോവിലിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ 4:30 കഴിഞ്ഞപ്പോൾ നട തുറന്നു. നമ്മൾ നേരെ ആദ്യം മഹാലക്ഷ്മി കോവിലിലാണ് തൊഴേണ്ടത്. അതിനുശേഷം അപ്പായുടെ ശ്രീകോവിൽ സാന്തത്തിലെത്തി. വളരെ അത്ഭുതകരമായിട്ടുള്ള ആ സാളഗ്രാമ മൂർത്തി, അപ്പായുടെ ആ ഭാവം കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം ആ ഒരു ഭാവത്തെ ഞാൻ എവിടെ പോയാലും ഒരു ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റിലും ഉപരി സ്വന്തം അപ്പയായിട്ട് കാണുന്ന ഒരു ചൈതന്യമാണ്. അതും പൂർണ്ണ വ്യക്തമായിട്ടുള്ള 3 ആൾ പൊക്കം, വ്യക്തമായ സ്ഫുടമായിട്ടുള്ള ഒരു ഭാവമായിരുന്നു അപ്പയുടെ. അവിടെ പഞ്ചസൂക്തം മനസ്സുരുകി ഞാൻ പ്രാർത്ഥിച്ചു. നല്ല രീതിയിൽ എന്നിലാവും വിധം പഞ്ചസൂക്തങ്ങൾ ഒച്ചത്തിൽ, ഞാൻ എവിടെ പോയാലും അപ്പനെ എവിടെ കണ്ടാലും പഞ്ചസൂക്തങ്ങൾ ഞാൻ ചൊല്ലും. അതെൻ്റെ ഒരു രീതിയാണ്. പക്ഷെ എന്താ, തിരുമേനി പ്രസാദം തന്നു, അപ്പയുടെ ചരണപാദുകം തലയിൽ വെച്ചു. പുറത്ത് ശാന്തത്തിൻ്റെ പുറത്ത് വരേണ്ട താമസം നല്ല മഴയാണ്. അതുവരെ നല്ല വെയിലായിരുന്നു. പക്ഷേ ആ ഒരു 5 മിനിറ്റിനെ ഉണ്ടായിരുന്നുള്ളൂ മഴ. അവിടെ 2-3 ആഴ്ചയായിട്ട് അങ്ങനെ മഴയൊന്നും പെയ്യാറില്ല. പക്ഷേ നല്ല ഒരു രീതിയിൽ മഴ പെയ്തു എന്ന് അവിടുത്തെ അയൽവാസികളും അമ്പലത്തിന് ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരൊക്കെ പറയുണ്ടായി. യാദർച്ഛികമായിരിക്കാം, പക്ഷെ എനിക്കത് അപ്പയുടെ പിന്തുണയാണ് കാണാനായത്. മനസ്സുരുകി നമ്മളിലാവും വിധം നിഷ്കളങ്കതയോടെ, അതാണ് ഒരു ഭക്തിയുടെ, സ്നേഹത്തിൻ്റെ ഒരു രീതി. നമുക്കൊന്നും അറിയില്ല, പക്ഷെ നിഷ്കളങ്കത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അപ്പായും അമ്മയുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ വേറെ ഒന്നും നമുക്ക് വേണ്ട. ഒരിക്കലും ഒരു കാട്ടായമാവരുത്. ഇപ്പോൾ ഞാനിവിടെ വന്നിരുന്നു, ആരുടെയും കാണിക്കാനോ അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാനോ ഒന്നുമല്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വീഡിയോ ഇടുന്നത് തന്നെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകാന്തമായിട്ട് നമുക്കിവിടെ ഇരിക്കുമ്പോൾ മനസ്സിലാവും
നമ്മൾ ഒറ്റപ്പെടൽ എന്നുള്ളൊരവസ്ഥയിലല്ല എന്നുള്ളത്. നെയ്വിളക്ക് ഞാൻ വാങ്ങിച്ചു. ചട്ടി, തിരിയും നെയ്യും കർപ്പൂരവും ചന്ദനത്തിരിയും താഴേന്ന് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് കത്തിച്ച് ആ നെയ്യ് തീരുന്നത് വരെ ഞാനിവിടെ ഇരിക്കും. പ്രത്യേകിച്ച് ശക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വലിയൊരു സിദ്ധനാകാനോ ഒന്നുമല്ല. എൻ്റെ ഒരു രീതിയാണത്. അങ്ങനെയൊന്നും ഇവിടെ ആരും വരത്തില്ല. ഇവിടെ കണ്ടു കിട്ടാനും ഇച്ചിരി പ്രയാസമാണ് ഈ സ്ഥലം. മനസ്സ് തുറന്ന് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം. നമുക്ക് കിട്ടുന്ന ഊർജം അത് അങ്ങനെ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. എന്നാൽ അതാണ്. ചുടലഭദ്രയും പാരാഹ്യം ഭൈരവഭാവവും താണ്ഡവഭാവവും ഈ ചുറ്റുവട്ടത്ത് നമുക്ക് ദർശിക്കാനാവും. ഇപ്പോൾ ഇതിനു വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ പീഠങ്ങൾ ദർശിക്കാൻ പറ്റില്ല. അതേസമയം നമ്മൾ നിഷ്കളങ്കതയോടെ ആത്മാർത്ഥതയോടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പീഠങ്ങളും അവിടെ ഇരുന്ന് നമുക്ക് ധ്യാനിക്കാനും പറ്റും. ഈ വഴി കാട്ടിത്തന്നത് ആരുമല്ല, ഒരു ഭൈരവൻ തന്നെയാണ്. ഒരു വെള്ള ഭൈരവനാണ് ഈ വഴി എനിക്ക് കാണിച്ചു തന്നത്. ആ ഭൈരവനൻ ഞാൻ താഴെ ഇരിപ്പുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആഗ്രഹിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റാത്ത ഈ ശിവപീഠം ഇപ്രാവശ്യം വരണമെന്നുള്ള ഒരു പ്രാർത്ഥന ആയിരുന്നു. അതിന് ഭൈരവൻ തന്നെ എനിക്ക് കാണിച്ചു കൊടുത്തു. സാധാരണ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, സാധാരണക്കാരൊന്നും ഇത് പറഞ്ഞാൽ ഒന്നും വിശ്വസിക്കില്ല. പക്ഷെ നമുക്ക് നേരിട്ട് അനുഭവിക്കുമ്പോഴാണ്, ആസ്വദിക്കുമ്പോഴാണ് മനസ്സിലാവുക ഇതെല്ലാം സത്യമാണെന്നുള്ളത്. ഇപ്പോൾ സാധാരണ ഭഗവാൻ വന്ന് മുമ്പിൽ നിന്നാലും പറയത്തുള്ളൂ നീ ഭഗവാനല്ല എന്നുള്ളത്. കാരണം ഭഗവാനെയൊക്കെ നമ്മൾ നിർവചിച്ചിരിക്കുന്നത് നല്ല സുന്ദരനായ 6 പാക്കൊക്കെ ഉള്ള, അങ്ങനെയാണല്ലോ. ഇപ്പോൾ കൃഷ്ണനാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരഭാവം, ശിവനാണെങ്കിൽ 6 പാക്കൊക്കെ ഉള്ള ഒരു ഭാവം. അതാണ് നമ്മൾ കണ്ട് പഠിച്ച് വളർന്നിട്ടുള്ളത്. പക്ഷേ ആ ജ്യോതി ഏതു രൂപമെടുക്കാനും നമ്മുടെ മനസ്സിനിണങ്ങിയ രൂപമെടുക്കാനുള്ള കഴിവ് എവിടെ നോക്കിയാലും ശിവം എന്ന് തിരിച്ചറിയാനുള്ള അറിവ് നമുക്ക് എന്ന് ആർജിക്കുന്നു, അവിടെ നിന്നായിരിക്കും നമ്മുടെ ശരിയായ ജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിക്കുക. എവിടെ നോക്കിയാലും അവരാണ്. നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഏകാന്തമായിട്ടുള്ള നിമിഷമാണ്. ഒന്നും ആഗ്രഹിക്കണ്ട, അവർ നോക്കിക്കോ കാര്യങ്ങൾ. ചെറിയായിട്ട് വെയിൽ വരുന്നുണ്ട്. നമ്മൾ ആരായിത്തീരണമെന്ന് അവർക്ക് കൊടുക്കണം കൈ.
അല്ലാതെ നാം എന്ത് ചെയ്താലും മനുഷ്യരാണ്, അല്പായുസുകളാണ്. അവരുടെ കയ്യിൽ അവർക്കെല്ലാം സമർപ്പിച്ച് ജീവിക്കുക. നമ്മുടേതായിട്ടുള്ള കർത്തവ്യം നമ്മൾ ചെയ്യുക, ബാക്കിയെല്ലാം അവർക്ക് സമർപ്പിക്കുക. അവർ നോക്കിക്കോളും ഞാൻ ആരായി തീരണം, ഏത് തലത്തിൽ ജീവിക്കണം എന്നൊക്കെ. പക്ഷെ ആരും അതിന് മുതിരാറില്ല. രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ജോലിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിന് പോയി അയൽവക്കത്തെ, അതായത് ശത്രുക്കളെ സമ്പാദിച്ച്, ശത്രുക്കളെ, പ്രഹരങ്ങളെ അതിജീവിച്ച്, അതാണ് ജീവിതം സാധാരണ ഒരു മനുഷ്യൻ. പക്ഷേ നാം ചെയ്യേണ്ടതുപോലെ ആ ഒരു ചൈതന്യത്തെ ഉപാസിക്കുകയാണെങ്കിൽ നിഷ്കളങ്കതയോടെ വേണം. നമുക്ക് ഈ പറയുന്ന പോലത്തെ ഒരു തരത്തിലുള്ള പ്രഹരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. മാത്രമല്ല ഈ ശരീരം വരെ അവർക്ക് സമർപ്പിച്ചു. അവരുടെയാണ് ശരീരമെങ്കിലും നമ്മളെല്ലാം സമർപ്പിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുക. നമ്മുടെ കർത്തവ്യത്തോടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, അതാർക്കും അറിയത്തില്ല. എല്ലാവരും കുറച്ച് കാശ് കിട്ടി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഊട്ടി കൊടൈക്കനാലോ ഒക്കെ പോകുന്ന സന്തോഷം ആ ഒരു 2-3 ദിവസത്തേക്ക്. പക്ഷേ ജീവിതകാലം മുഴുവനും സന്തോഷമായിരിക്കണമെങ്കിൽ അത് ആ കാൽക്കൽ മാത്രമേ സന്തോഷം കിട്ടുള്ളൂ. അപ്പയുടെയും അമ്മയുടെയും ചരണപാദങ്ങളിൽ എല്ലാം സമർപ്പിച്ച് ആ ചരണപാദങ്ങളിൽ എപ്പോഴും നിലനിൽന്ന് ആ കാൽക്കൽ ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ ശരിയായ സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കുന്നത്. അല്പമായ സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ അല്പസന്തോഷത്തിന് വേണ്ടി ഈ മനുഷ്യായുസ് മുഴുവനും പാപങ്ങൾ എന്നുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് സാധാരണ മനുഷ്യരായി നാം എല്ലാം ചെയ്യുന്നത്. പക്ഷേ ശക്തിപീഠങ്ങളിൽ മാസത്തിൽ വന്ന് ധ്യാനത്തിലിരുന്ന്, ധ്യാനമില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നെയ്വിളക്ക് ചന്ദനത്തിരിയും കത്തിക്കുക, ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നമ്മൾ കണ്ണു തുറന്നാണെങ്കിലും ആ നെയ്ത്തിരിയിൽ നോക്കി അല്ലെങ്കിൽ ആ ശിവലിംഗത്തിൽ അപ്പനെ നോക്കിയിരുന്ന് നിഷ്കളങ്കതയോടെ ചൊല്ലുക. അല്ലാതെ ധ്യാനത്തിൽ കണ്ടും പൂട്ടിയിരുന്ന് അങ്ങനെ ഒരു മസിൽ പിടുത്തം ഇതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ കൂളായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നു, ആ ഒരു ഭാവത്തിൽ മതി. നമ്മൾ ഈ ശക്തിയൊക്കെ കിട്ടിയിട്ട് എവിടെ പോകാനാണ്? ഇപ്പോൾ നിങ്ങൾക്ക് ശക്തി കിട്ടി എന്ന് വിചാരിക്കുക, മുമ്പിലൊരു വ്യക്തി ഒരു രോഗിയായി വരുന്നു. ആ രോഗം മാറ്റണമെങ്കിൽ നിങ്ങളിലുള്ള ശക്തി പ്രയോഗിക്കണം. ആ ശക്തി ആരുടെയാണ്? അപ്പയുടെ അമ്മയുടെയൊക്കെ. സോ അവർ വിചാരിക്കണം മുമ്പിലുള്ള വ്യക്തി ഈ ശക്തിയാൽ മാറണോ എന്നുള്ളത്. അപ്പോൾ അവരാണെല്ലാം എന്ന് മനസ്സിലാക്കേണ്ട ഒരു ബോധം നമ്മളിൽ ഉണ്ടാവണം. അല്ലാതെ എനിക്ക് ശക്തി കിട്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് 6th സെൻസ് ഉണർത്തി മറ്റുള്ളവരെ നന്നാക്കാൻ ആവശ്യം ഇല്ല. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് ശക്തി എനിക്ക് വേണം, എനിക്ക് കുറേ പേരെ സഹായിക്കണം, രോഗങ്ങൾ മാറ്റണം എന്നൊക്കെ. ഭഗവാനുള്ളപ്പോൾ ഒരു മനുഷ്യൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഭഗവാൻ അറിയാം ആരെ എന്ത് എങ്ങനെ എന്നുള്ളത്. ഇപ്പോൾ വീട്ടിൽ കുറേ പേര് വരുന്നുണ്ട്, രോഗികളുണ്ട്, ബാധകളുണ്ട്. പക്ഷെ യാതൊരു തരത്തിലുള്ള മരുന്നോ ഒന്നും തന്നെ അവിടെ പ്രയോഗിക്കാറില്ല. ജസ്റ്റ് ഒരു തൊടുമർമ്മം അല്ലെങ്കിൽ ദൃഷ്ടി, രോഗങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു. പക്ഷെ ഞാൻ അവരോട് എപ്പോഴും പറയും, നിങ്ങളുടെ മാറ്റം എന്തൊക്കെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടോ അതൊന്നും എൻ്റെ കഴിവല്ല, ഞാൻ വട്ടപൂജ്യമാണ് എന്ന്
പറയാറുണ്ട്. കാരണം അങ്ങനെ പറയാൻ പഠിക്കണം. കാരണം വ്യക്തമായ ബോധം നമുക്ക് വേണം. വന്ന വഴി മറക്കുകയും വരുത്. എന്തൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നോ അത് അപ്പയുടെ അനുഗ്രഹം കൊണ്ടാണ്, അല്ലാതെ എൻ്റെ വൈബല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പാകത്തിന് നമ്മൾ ഇൻറ്റേർണൽ കോൺഫിഡൻസ് വെച്ച് പുലർത്തണം. അവിടെ വിജയം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ശിവനാണ്, അല്ലെങ്കിൽ ഞാൻ മഹാശക്തിയാണ്, അല്ലെങ്കിൽ മഹാപരാശക്തിയാണ് എന്നുള്ള ഒരു വേർഡ് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് പരാജിതനാകും എന്നുള്ളതാണ്. നമുക്കെന്തിനാ ശക്തി? ജീവിതം സന്തോഷത്തോടെ മുമ്പോട്ട് പോവുക. സമ്പാദ്യം തനിക്കൊതുങ്ങുന്ന രീതിയിലുള്ളത്, ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും വിധം സഹായിക്കുക. അർഹതയുള്ളവർക്ക് വേണം. സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ ലോകത്തിലുള്ള എല്ലാവർക്കും ആഗ്രഹമുണ്ട് ആരെങ്കിലും ഫ്രീ ആയിട്ട് എന്തെങ്കിലും തരുമെന്നുള്ളത്. പക്ഷേ അർഹതപ്പെട്ട പാത്രത്തിൽ വേണം നമ്മൾ ദാനം ചെയ്യാൻ. ഇപ്പോൾ 1,00,000 രൂപ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണക്കാർ തൊട്ട് ദരിദ്രർ വരെ അവിടെ വരും. എന്നാൽ പണക്കാരന് കാശുണ്ടോ? അവൻ എന്തിനാണ് ഈ 1,00,000 രൂപ എന്നൊന്ന് ചോദിക്കും. മനുഷ്യൻ കലിയുഗത്തിൽ അങ്ങനെയാണ്. എത്ര കിട്ടിയാലും പോരാതെ വരും. അതുകൊണ്ട് തന്നെയാണ് അർഹതപ്പെട്ട പാത്രത്തിൽ ദാനം ചെയ്യുക. നല്ല രീതിയിൽ അവരുടെ അനുഗ്രഹത്തോട് ജീവിക്കുന്നതിലുമുപരി വേറൊന്നും ഈ ലോകത്ത് നമുക്ക് കിട്ടാനില്ല എന്നുള്ളതാണ്. സിമ്പിളോടെ ജീവിക്കുക. ഇപ്പോൾ 4 ആളുടെ കൂടെ നിങ്ങൾ നടന്നു പോകുമ്പോഴും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള എക്സ്ട്രാ സബ്ജക്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ എനർജി ഉണ്ടെന്ന് ആരും തോന്നാത്ത വിധത്തിലായിരിക്കണം നിങ്ങൾ വലിയ രീതിയിൽ എളിയവനായിട്ട് ജീവിക്കുക. അതിൽ കൂടുതൽ സന്തോഷം നമുക്ക് കിട്ടാനില്ല. അവർക്ക് നമ്മളെ കൂടി കുറേ ചുമതലകൾ അത് മനസ്സിലാക്കുക. ആ ചുമതലകൾ മനസ്സാൽ വരിച്ച് അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. ഓരോ വ്യക്തിക്കും ഈ ലോകത്ത് ആരൊക്കെ ജനിച്ചോ അവർക്കൊക്കെ ഒരു ഡ്യൂട്ടി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ രീതിയിൽ ജീവിക്കുമ്പോഴാണ് ശരിക്കും അബദ്ധങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം, അനുഷ്ഠാനങ്ങൾ, അന്ധവിശ്വാസങ്ങളല്ല, അനുഷ്ഠാനങ്ങൾ കൃത്യമായ രീതിയിൽ ചെറുപ്പത്തിൽ പഠിപ്പിക്കണം എല്ലാ കുട്ടികൾക്കും എന്ന് പറയാൻ കാരണം ആ സംസ്കാരത്തോടെ വളരുമ്പോൾ അവർക്ക് എന്താണ് അവരുടെ ചുമതലകളെന്ന് ആ തത്വങ്ങൾ, അതായത് ഈശ്വരീയ തത്വങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. ആ എനർജിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കടമ എന്താണെന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത അവിടെ വരുന്നത്. മനസ്സിൽ കുറേ ആഗ്രഹങ്ങൾ വെച്ചതുകൊണ്ട് നമുക്ക് ദുഃഖങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളൊന്നും ചോദിക്കാതെ ആ കടമ അത് ചെയ്ത് ഒരു കാഷ്വൽ പേഴ്സൺ ആയിട്ട് ജീവിക്കുക. നിങ്ങൾക്ക് എന്ത് വേണം, എങ്ങനെയാവണം, ഏത് രീതിയിൽ, അതൊക്കെ അവർ ചെയ്യും, അല്ലെങ്കിൽ വന്നോളും നമ്മുടെ ജീവിതത്തിൽ. നമ്മളായിട്ടൊന്നും ആഗ്രഹിക്കാതെ. ഇപ്പോൾ ഒരു
വ്യക്തി ഭഗവാനോട് പറയുകയാണ്, എനിക്കൊരു ഓട്ടോ വാങ്ങിക്കണം, എനിക്ക് ഓട്ടോ വാങ്ങിച്ചു തരണം എന്നാണ്. പക്ഷേ സ്വയം ഭഗവാൻ ആ വ്യക്തിക്ക് ബെൻസ് കൊടുക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ എന്തായി അവസ്ഥ? അതുകൊണ്ട് ഭഗവാനോടൊന്നും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ അറിയാം നമുക്ക് എന്താ വേണ്ടത്. അത് അനുയോജ്യമായിട്ടുള്ള സമയത്ത് നമുക്ക് വന്നു ചേരും. നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഡ്യൂട്ടി അത് മനസ്സാൽ ചെയ്യുക. ബാക്കിയെല്ലാം അവർ ചെയ്തോളും. നമ്മുടെ കർത്തവ്യം നമ്മൾ നിലനിർത്തുക ജീവിതത്തിൽ. നമഃശിവായ. അപ്പോൾ വെയിലൊക്കെ നല്ല രീതിയിൽ വരുന്നു. മണി 11 കഴിഞ്ഞു. ഇപ്പോഴാണ് വെയിൽ വരുന്നത്. എന്നാലും ഈ വെയിലിന് യാതൊരു തരത്തിലുള്ള ഇറിറ്റേഷൻ ഇല്ല. വളരെ ശാന്തമായിട്ട് ഇവിടെ ഇരിക്കാം. സൂര്യൻ്റെ കിരണങ്ങൾ നമ്മളുടെ ശരീരത്തിൽ പതിച്ചു പോകുന്നു. ഉഷ്ണമോ ഒന്നും തന്നെയില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ അടുത്ത കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. शमस्वत्वं शेषशैलशिखामणि